ഇനി അറിയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ പിടികൂടാൻ പോലീസിന് താല്പര്യമില്ല എന്ന രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതിന് കാരണം അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിയല്ല സർക്കാരിന് താല്പര്യം. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ ഈ വാർത്ത സജീവമാക്കി നിർത്തലാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് അറസ്റ്റ് വൈകൽ എന്നടക്കമുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുവെന്ന് പ്രതിപക്ഷം. സ്വാഭാവികമായും അത് സമ്മർദ്ദമാണ് കേരള പോലീസിന്. ഇനിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്ത്, എവിടെയാണ് രാഹുലിന് ധാരണ കിട്ടാത്ത എന്ത് എന്ന ചോദ്യം സ്വാഭാവികമായും പ്രതിപക്ഷം കുറച്ചുകൂടി ഉച്ചത്തിൽ ഉയർത്തും. എം ഹസൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇപ്പോൾ. സർവാത്മന അംഗീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ തന്നെ കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് KPCC അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഇനി ആകെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് എന്റെയും അഭിപ്രായം. മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളത്. മാധ്യമങ്ങളും മറ്റു പാർട്ടികളും ഒക്കെ പലതരത്തിൽ വിമർശനങ്ങൾ നടത്തിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു പരാതി ആരോപണം ഉയർന്നു വന്ന അപ്പോൾ തന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ അക്കാര്യത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.